വളരെ ആവേശം നിറഞ്ഞ ഒരു സുദിനമായിരുന്നെന്ന് വ്യാപാരികളുടെ ചിരകാലാഭിലാഷമായിരുന്ന വ്യാപാര മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടത്തി അതിൻ്റെ പര്യവസാനത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഗാനമേള. അപ്പോൾ എന്തായാലും റാഫി സൗണ്ട്സിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ഞങ്ങളും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുന്നു. ബാബുക്കാക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായ രീതിയിൽ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്ത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെസ വിഷൻ അലിക്കയാണ്. നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാൻ പ്രിയമുള്ളവരെ. വീഡിയോസ് വളരെ ഭംഗിയായി ക്ലാരിറ്റിയിൽ വ്യാപാരി സുഹൃത്തുക്കൾക്ക് അടുത്ത ദിവസം കൊടുത്തൂടെ? നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നെസ വിഷൻ അലിക്കാക്ക് കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വളരെ മനോഹരമായ ഗാനമാണ്. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നീകാരി പെണ്ണിനെ കണ്ടേ, ചെമ്പല്ലിക്കാരി നീ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നീകാരി പെണ്ണിനെ കണ്ടേ, ചെമ്പല്ലിക്കാരി നീ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പുത്തരിടിയും വെട്ടി മഴയുടെ ശക്തിയുടൻ വരുന്നേ എന്റെ കെട്ടുകൾ പൊട്ടി തകർന്ന വയലിലെ തട്ടുകളപ്പമായി. പുത്തരിടിയും വെട്ടി മഴയുടെ ശക്തിയുടൻ വരുന്നേ എന്റെ കെട്ടുകൾ പൊട്ടി തകർന്ന വയലിലെ തട്ടുകളപ്പമായി. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. आजा पिया रे बहार, 1 2 3 4 5 6 7 8 9 10 11 12 13. ഒരു വകയം മനസ്സ് തങ്കം, ഒരു പോട്ടീന്ന് വന്ന് പുട്ട സിംഗം. ഒരു വകയം മനസ്സ് തങ്കം, ஒரு போட்டின்னு வந்து புட்டா சிங்கம். உண்மையே சொல்வேன் நான் நல்லதே செய்வேன், வெட்டி மேல் வெட்டி வரும். ஆடுவோம் பாடுவோம் கொண்டாடுவோம் நீ ஆனந்தம் காணுமே என்னாலுமே. ஆடுவோம் பாடுவோம் கொண்டாடுவோம் இனி ஆனந்தம் காணுமே என்னாலுமே. ஒரு வகையம் மனசு தங்கம், ஒரு போட்டின்னு வந்து புட்டா சிங்கம். അമ്മായിടെ മോളെ ഞാനിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നീക്കൂല, മുറ്റമടിക്കൂല, വല്ലും കൂടി നീക്കൂലാന്നേ. അമ്മായിടെ മോളെ ഞാനിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നീക്കൂല, മുറ്റമടിക്കൂല, വല്ലും കൂടി നീക്കൂലാന്നേ.
கருவாடு நான் செத்தல் விருந்தோடு கண்ணதாசன் சொன்னதங்க பசு இருந்தாலும் பாலாகும் செத்தாலும் தோலாகும் நான் கண்டு சொன்னதங்க அண்ணா காந்தி குடிச்சதில்ல ஆயுள் வளர்த்தும் மாட்டு பாலுங்க அண்ணா மலை நான் கொடுப்பதல்ல அன்று வளர்த்தும் மாட்டு பாலுங்க அண்ணா பாடி கொடுத்தது தாய்ப்பால் என்ன வாழ வைத்தது தமிழ் பால் வந்தேண்ட பால்கார அடடா பசு மாட்டை கட்டி ஆட போற புது பாட்டை கட்டி பாட போற புல்லு கொடுத்தா பால் கொடுக்கும் உன்னால முடியாத தம்பே அடி பாதிக்குள்ள பிறக்கிறப்ப பசுமால தாய்ப்பால நம்பே ചെണ്ടിലയുണ്ട് നല്ല മഞ്ചുള്ള താമര ചെണ്ട് പകരത്ത പെണ്ണിന്റെ കൈവിൽ കുതിരത്തൊളിപ്പിച്ചു सर की जो सर से वो धीरे धीरे पागल घुमर में धीरे धीरे सर की जो सर से वो धीरे धीरे पागल घुमर में धीरे धीरे तेरी चुनरिया दिल ले गई तेरी ये बिंदिया दिल ले गई सर की जो सर से वो धीरे धीरे पागल घुमर में धीरे धीरे सर की जो सर से वो धीरे धीरे पागल घुमर में धीरे धीरे ശൂലം പടയുടെ ചെമ്പട കൊട്ടി കോലം കൊള്ളും വീരൻ പടയുടെ പൺകുടിയേറി കൊട്ടി കേൾക്കും ഇത് മുള്ളൻ കൊല്ലി കുട്ടിന് മേലെ കാവടിയേക്കും ഈ തക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിരി മേലെ ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ പള്ളിത്തേര് ആടും മലയും പുഴയിൽ കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ് മുരുകാരോഹരാവോ വേലായുധാരോഹരാവോ മുരുകാരോഹരാവോ ഓ ദൈ 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 ഓ ദിത്തി താരാദിത്തി ദൈ ഓ ദൈ 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 ഓ ദിത്തി താരാദിത്തി ദൈ കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാടെ ഒട്ടു വേണം കൂടൽ വേണം കുരവ വേണം ഓദിത്തി താരാദിത്തി ദൈ ഓദിത്തി താരാദിത്തി ദൈ വരവേൽക്കാനാടു വേണം കോടി തോരണങ്ങൾ വേണം വിജയ ശ്രീരാളിതരായി ഒരുങ്ങൂ ഞങ്ങൾ ഓദിത്തി താരാദിത്തി ദൈ ഓദിത്തി താരാദിത്തി ദൈ ഓദിത്തി താരാദിത്തി ദൈ ഓദിത്തി താരാദിത്തി ദൈ അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളുമായിട്ട് സഹകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വ്യാപാരി കുടുംബങ്ങൾക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനം വരെ നല്ലൊരു ശബ്ദ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് ബ്രദേഴ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ റാഫി ഇവൻസിൻ്റെ പ്രിയപ്പെട്ട ശബ്ദ സജ്ജീകരണമാണ്. അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ ഉണ്ണി, അദ്ദേഹത്തിന് നല്ല കൈയടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓർക്കസ്ട്ര കലാകാരന്മാരെ ജസ്റ്റ് നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലീഡ് ഗിറ്റാർ മിസ്റ്റർ അനൂപ്, കീബോർഡ് നബീൽ, വർദ്ധമാൻ കമ്പോസർ മുബഷീർ, ഡ്രംസ് ജനീഷ് ബാബു, നമ്മുടെ പ്രിയപ്പെട്ട ബേസ് ഗിറ്റാർ ആർട്ടിസ്റ്റ് സച്ചു,
ഒരുപാട് സന്തോഷം. ആൻഡ് ഫൈനലി ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ്, ഐ ആം ജിത്തു ജിതിൻ. ഒരിക്കൽ കൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും വേദി സമ്മാനിച്ചതിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. റാഫ് ഈവൻസിൻ്റെ ബാബുക്കാക്കും മറ്റ് സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് നമുക്കറിയാം. വളാഞ്ചേരി കച്ചവടക്കാരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു വ്യാപാര ഭവൻ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഉത്സവ ലഹരിയിലാണ് വളാഞ്ചേരിയിലെ ഈ ആളുകളും അതേപോലെ തന്നെ വ്യാപാരികളും വളാഞ്ചേരിയിലെ പൊതുസമൂഹവും. ഏകോപന സംബന്ധിച്ച് പറയുമ്പോൾ കച്ചവടക്കാരുടെ ഒരു സംഘടന എന്നതിൻ്റെ അപ്പുറത്ത് ഒരു ജീവകാരുണ്യ സംഘടന, ഒരു സാമൂഹ്യ സംഘടന എന്ന് പൊതുസമൂഹം ഞങ്ങളെ വിലയിരുത്തുമ്പോൾ ഏറെ അഭിമാനവും അതിലേറെ ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരെ ചേർത്ത് നിർത്താൻ, അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നും മുൻപന്തിയിലുണ്ടായിട്ടുണ്ട്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് വളാഞ്ചേരിയിലെ ഏകോപന സമിതി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലത്തും അതേപോലെ തന്നെ പ്രളയകാലത്തുമൊക്കെ ഏകോപന സമിതിയുടെ സേവനങ്ങൾ, അവരുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ നാനാ തുറകളിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകോപന സമിതിയുടെ ഒരു ആംബുലൻസ് ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സൗജന്യമായി സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു സമൂഹ വിവാഹം വളാഞ്ചേരിയിൽ നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ഓണം, റംസാൻ കിറ്റ് ഉത്സവകാലങ്ങളിൽ 5000-ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഓണം, റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അത്തരത്തിലുള്ള ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഒക്കെ വളാഞ്ചേരിയിലെ പൊതുസമൂഹത്തിന് വേണ്ടി സംവിധാനിക്കാൻ ഏകോപന സമിതിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഞങ്ങളിലുണ്ട്. ഏതായാലും ഞാൻ നീട്ടി പറയുന്നില്ല. ഇനിയും ഏകോപന സമിതിയുമായി സഹകരിച്ച് നമുക്കൊന്നിച്ച് ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒന്നായി പോരാടാം, നമുക്കൊന്നിച്ച് ഒന്നായി മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത്. കാരണം പ്രസിഡന്റ്, സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ, ഞങ്ങൾ 3-4 വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് നമ്മളിവിടെ കാലത്ത് 11 മണി മുതൽ ആഘോഷിച്ചത്. അതിന് ആത്മാർത്ഥമായി ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച ഞങ്ങളെ യൂത്ത് വിങ്ങും ഞങ്ങളുടെ വനിതാ വിങ്ങും ഞങ്ങൾക്ക് മറക്കാനാവില്ല. അതുപോലെ തന്നെ ഇന്ന് ഇത്തരത്തിലൊരു ഇശൽ സന്ധ്യ നമുക്ക് ഒരുക്കി തന്നത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ റാഫി സൗണ്ട് ബാബുവാണ്. തീർത്തും ഒരു രൂപ പോലും ഈ പ്രോഗ്രാമിന് റാഫി സൗണ്ട് ബാബു നമ്മുടെ അടുത്ത് മേടിച്ചിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം റാഫി സൗണ്ടിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വ്യാപാര ഭവൻ ഈ 2 വർഷത്തിനുള്ളിൽ നമുക്ക് കെട്ടിപ്പടുത്തുയർത്താൻ സാധിച്ചു എന്നത് വളാഞ്ചേരിയിലെ ഓരോ വ്യാപാരിയും നമ്മളിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കാലത്ത് മുതൽ നമ്മളിവിടെ 7000-ഓളം ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ മുഴുവൻ ചിലവും നമ്മുടെ വളാഞ്ചേരിയിലെ 1000-900 വരുന്ന വ്യാപാരികളുടെ മാത്രം ചിലവാണ്. അവർ അകമഴിഞ്ഞ് സഹായിച്ചു. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇന്നിവിടെ നടന്നത്. ഏതായാലും ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഫാസില ബാനു ആൻഡ് ടീമിൻ്റെ ഈ ഗാനമേളയ്ക്ക് എല്ലാവർക്കും നന്ദി മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാബിട്ടനുണ്ട്. കാര്യങ്ങൾ എല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും വിശദീകരിച്ചു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിന് ഞാൻ സർവേശ്വരനോടും അതിലുപരി ഈ സമൂഹത്തിനോടും ഈ വ്യാപാര സമൂഹത്തിനോടും കടപ്പെട്ടിരിക്കുകയാണ്. അതിലുപരി നമ്മുടെ ഈ വ്യാപാര മന്ദിരം, നമ്മുടെ ആസ്ഥാന മന്ദിരം
ഈ വളാഞ്ചേരിയുടെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനത്തിന് ആസ്ഥാന മന്ദിരമായി മാറുമെന്നുള്ള പ്രതീക്ഷയും ഉറപ്പും എനിക്കുണ്ടെന്ന് ഞാൻ ഈ സമയത്തിൽ പറയുകയാണ്. ഇതിന് ഈ തരുണത്തിൽ ഈ രീതിയിലെത്താൻ നമുക്ക് കഴിഞ്ഞത് സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഈ ആനന്ദത്തിൻ്റെ വേളയ്ക്ക് ഈ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും നമ്മുടെ ഓരോന്നും എടുത്തു പറയാൻ വയ്യ. കാരണം എല്ലാവർക്കും അതിനനുസരിച്ചുള്ള അത്രത്തോളം പങ്കാളിത്തമുണ്ട്. അതിന് ഈ സമൂഹത്തിനോട് ഇവിടുത്തെ വ്യാപാരികളായ ഓരോ മെമ്പർമാരോടും നന്ദി പ്രകാശിക്കുകയാണ് നിർത്തുന്നത്. ജയ് ഹിന്ദ്.